തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഹോൾസെയിൽ വിലയിൽ സാധനം വാങ്ങിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാല ബസാർ പറയും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ചാല ബസാർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നമ്മളോട് സുരചേട്ടനുണ്ട്. സുരചേട്ടൻ ഇവിടെ വെജിറ്റബിൾസ് ഹോൾസെയിലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് സുരചേട്ടനോട് ചോദിക്കാം, ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് രാവിലെ 3 മണി അല്ലെങ്കിൽ 2:45 തൊട്ട് 2:30 മുതൽ തുടങ്ങുന്ന കച്ചവടമാണ്. നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൂടുതലും പച്ചക്കറി വരുന്നതുണ്ട്, പിന്നെ ഇവിടെ ഡ്രൈ ഫിഷ് ഉണ്ട്, പിന്നെ അതിന്റെ പുറകിലായിട്ട് നമുക്ക് വരുന്നത് മീനിന്റെ കച്ചവടമാണ് അല്ലെ, ഇറച്ചി മീൻ അങ്ങനെയുള്ള കച്ചവടങ്ങളാണ് വരുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ചാല ബസാറാണ്. നമുക്ക് സുരചേട്ടനോട് ചോദിക്കാം, ഈ ഒരു കച്ചവടം ഇവിടെ തുടങ്ങുന്നതുകൊണ്ട്, അതായത് ചാല ബസാറിൽ തുടങ്ങിയോണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉള്ളത്? നമുക്ക് ഒരുപാട് നേട്ടം. കാര്യം എന്ന് വെച്ചാൽ വരുന്നവർക്ക് സുലഭമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് തന്നെ 10-20 വർഷത്തോളം ആയിട്ടുണ്ട്. പിന്നെ അതിലും പഴക്കമുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. ഇവിടെ വരുന്നവർ തൊഴിലാളിക്ക് പോലും 1000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. ഈ കൊറോണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് നമ്മൾ ഈ പച്ചക്കറി കച്ചവടക്കാരാണ്. ശമ്പളങ്ങളെല്ലാം കൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. പിന്നെ ഇതിനാണ് മീൻ മാർക്കറ്റുണ്ട്, ഇറച്ചി, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഈ കച്ചവടം ചെയ്യുമ്പോഴേക്കും ഇവിടെ വരുന്ന ആൾക്കാർ, കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ഏതൊക്കെ രീതി, ഇവിടെ ബസാറിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സാധനം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരല്ലേ കൂടുതലും? എല്ലാ സാധനം കിട്ടാനും പിന്നെ എല്ലാത്തരം ടൈപ്പുകാരും വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ അമ്പലത്തിങ്ങൾക്കൊക്കെ പോയിട്ട് റീറ്റെയിൽ വാങ്ങിക്കാനായിട്ട് ചാലയിലേക്ക് വരുന്നുണ്ട്. എല്ലാവിധ ടൈപ്പ് ആൾക്കാർക്കും വരുന്നുണ്ട്. പഴയ ശല്യങ്ങളൊന്നും ഇപ്പോൾ ചാല മാർക്കറ്റിനെ സംബന്ധിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനസാക്ഷ്യമായിട്ടും വല്ല കഞ്ചാവ് കച്ചവടം അങ്ങനെ ഇപ്പോൾ യാതൊരു ഇതുമില്ല. കച്ചവടക്കാർ വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള കച്ചവടമാണ്, നല്ല രീതിയിലാണ് അവർ പെരുമാറി പോകുന്നത്. വേറെ മോശമായിട്ടുള്ള രീതി ഒരു 10 വർഷം മുന്നേയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള രീതിയൊന്നുമില്ല, നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാളൊക്കെ ഓപ്പൺ ആയതിനു ശേഷം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റാള് തിരിച്ചാണല്ലേ കച്ചവടം? അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയൊരു ചെറിയ ഏരിയ, 3 സ്റ്റാളിങ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ വകയായിട്ട് ഇങ്ങനെ കോർപ്പറേഷന്റെ വകയാണ്. ഇപ്പൊ ഈ സ്റ്റോള് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ ഗൾഫിൽ നിന്നാണ്, സൗദിയിൽ നിന്നാണ്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് 10-12 വർഷം നിന്ന് നമ്മളെ സ്നേഹിതന്മാരെല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സുഖവും ഒരു സ്വാതന്ത്ര്യവും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത് ഈ ഫീൽഡ് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷം ഗൾഫിൽ നിന്നിട്ട് പോലും അനുഭവിക്കാത്ത സന്തോഷവും സമാധാനമുണ്ട്. വീട്ടിൽ പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാം, നമുക്ക് അത്യാവശ്യ ചിലവിന് 10 രൂപ ആരുടെടുത്തും ചോദിക്കാതെ എടുക്കാം. നല്ല സന്തോഷമായിട്ടാണ് കഴിയുന്നത്. നല്ല കുഴപ്പമില്ല, ലാഭമൊക്കെ ഉള്ള കച്ചവടം തന്നെയാണ്. അപ്പം സുരചേട്ടൻ കൺസെപ്റ്റിൽ ഞാനൊരു ചോദിക്കുകയാണെങ്കിൽ, ജോലി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ല സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതാണോ ഏറ്റവും നല്ലതായിട്ട് പറയാൻ പറ്റുക? ഒരു കച്ചവടം ചെയ്യുന്ന അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുന്നവരെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, തൊഴിലാളികൾ എന്നാണ്. അവർ തൊഴിലാളി എന്നല്ല, ഒരു ഷെയറാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊരു 1000 രൂപ ശമ്പളം കിട്ടുമ്പോൾ അവരുടെ വീട് സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അത് അതായത് ഇവിടെ ഇപ്പോൾ 2:30 വരുന്നുണ്ടെങ്കിലും 11:30, 12, 1 മണിക്ക് ക്ലോസ് ആവുകയാണ് ഉച്ചയ്ക്ക് മുമ്പ്. അവർക്ക് അത്യാവശ്യം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. അപ്പം താങ്ക് യു സുരചേട്ടാ. അപ്പം ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമ്മൾ ചാലയിലെ ആദ്യത്തെ ബസാറാണ് ഈ നോക്കുന്നത്. ഇന്ന് നമ്മൾ പച്ചക്കറീനെ കുറിച്ചുള്ള അതിൻ്റെ കച്ചവടം എങ്ങനെ നടക്കുന്നതെന്ന് നോക്കി. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സുരചേട്ടനാണ്. അപ്പോൾ സുരചേട്ടന് ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്. താങ്ക് യു.